സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തനിക്ക് ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലെന്ന് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ നടൻ സുധി കോഴിക്കോട്. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിനുള്ള ഫലമാണ് കാതൽ സിനിമയിലെ കഥാപാത്രവും അതിന് ലഭിച്ച അവാർഡുമെന്നും സുധി കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. മമ്മൂട്ടിയുടെ പാർട്ട്ണറായി അഭിനയിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. കാതൽ സിനിമ ചർച്ച ചെയ്ത വിഷയം തനിക്കും നല്ല പാഠമാണ് പകർന്നു നൽകിയതെന്നും സുധി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡുകളിൽ 4 അവാർഡുകളാണ് കാതൽ ദെക്കോർ വാരിക്കൂട്ടിയത്. അതിൽ പ്രത്യേക ജൂറി പരാമർശം, അഭിനയത്തിനുള്ള ജൂറി പരാമർശം നേടിയ സുധി കോഴിക്കോടുണ്ട്. സുധിയേട്ട, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. രാവിലെ വിളിച്ചപ്പോൾ വലിയ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അല്ലല്ല, എനിക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നു അത്. കാരണം ഞാൻ കൂടുതൽ ചിത്രങ്ങൾ മത്സരിച്ചൊരു കൊല്ലമാണ്. എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസണൊക്കെ വെക്കണമെങ്കിലും കണ്ടില്ല. പിന്നെ എല്ലാം ഒന്നിനും മികച്ച സിനിമകളല്ലേ എല്ലാം. എനിക്കൊരു അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ശരിക്കും ഇത്രയും വലിയൊരു സ്ക്രീൻ സ്പേസ് കിട്ടുക, ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടുക. അതിന് മുന്നേ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് സുധിയേട്ടൻ്റെ. ആ ഒരു കഷ്ടപ്പാടിനുള്ളൊരു ഫലം എന്ന രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. അല്ല, കഷ്ടപ്പാടുള്ള ഫലമാണ് നമ്മുടെ ഈ ക്യാരക്ടർ തന്നെ, ഈ സിനിമയും. അതോടനുബന്ധിച്ച് ഇതുകൂടി ആകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊന്ന്, മമ്മൂക്ക എന്ന് പറയുന്ന പ്രതിഭാധനായ ഒരു നടൻ്റെ കൂടെ അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ അദ്ദേഹത്തോട് മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റിൽ ഒരു പാർട്ട്ണറായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. അത് മുന്നേ ഇൻ്റർവ്യൂവിലൊക്കെ വന്നതാണ്, മമ്മൂട്ടിയുടെ ആദ്യത്തെ നായകൻ എന്ന് പറയുന്ന രീതിയിലൊരു അത് അതാണ് ഞാൻ ഏറ്റവും ഭയങ്കര റെസ്ഫുള്ളായിട്ട് കാണുന്നത്. വാക്കുകൾ കിട്ടുന്നില്ലല്ലേ. മറ്റൊന്ന്, ഈ വലിയൊരു കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യുന്നൊരു സിനിമയാണ് കാതൽ ദെക്കോർ. ഒരുപക്ഷെ സമൂഹം, ഒരു പൊതുസമൂഹത്തിൻ്റെ ഭൂരിഭാഗം ആളുകളും അവജ്ഞയോടുകൂടി കാണുന്നത്. എന്നാൽ അവരെ ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് ഈ ഒരു സിനിമ പഠിപ്പിക്കുന്നത്. ഇങ്ങനൊരു സിനിമ ഈ ഒരു കഥാപാത്രം ചെയ്തപ്പോഴുണ്ടായൊരു വികാരം എന്താ? എനിക്ക് എന്താ ആ രീതിയിലെ സൊസൈറ്റിനുള്ള ഇതാണോ എന്താ? അതായത് ഈ ഒരു കഥാപാത്രം ചെയ്തു, പ്രത്യേകിച്ച് അങ്ങനൊരു സമൂഹത്തെ, ആ ഒരു സൊസൈറ്റിയെ ചേർത്ത് നിർത്തണം എന്നൊരു നല്ലൊരു സന്ദേശമാണ് ഈ സിനിമ നൽകിയത്. അങ്ങനൊരു കഥാപാത്രം ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായൊരു ബോധമുണ്ട്. എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ തന്നെ. ഇത്ര പ്യൂർ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു സമീപനം തന്നെ മാറ്റിയെടുത്തതാണ് എനിക്ക് ഈ സിനിമ. അതന്നെ ആ സിനിമ എനിക്ക് തന്നെ മറ്റൊരു ഗുണം അതാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്നെ വേറെ രീതിയിൽ പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട് സിനിമ. ഇപ്പോൾ ഔദ്യോഗികമായ തിരക്കിനിടയിലാണ് ഞാൻ ഇപ്പോൾ ലീവ് എഴുതി കൊടുത്തിട്ട് മാറി നിൽക്കുകയാണെന്ന് കാണുന്നത്. അവാർഡ് അറിഞ്ഞു, ലീവ് എഴുതി കൊടുത്തു. അതെ. ഇനിയിപ്പോൾ ഉള്ള സിനിമകൾ ഏതൊക്കെയാണ്, പുതിയ സിനിമകൾ? ഇനി നരിവേട്ട എന്ന് പറഞ്ഞ പടമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞു പോർഷൻ. ടൊവിനോടെ കൂടെയാണ്. ചേരൻ സാറുണ്ട് തമിഴ് നല്ല, സുരാജ് വഞ്ചാറമൂട്, ഇവരൊക്കെയുള്ള ഒരു വലിയൊരു പടമാണ് അത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ്റെ പോർഷൻസ് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ. നമുക്കത് കാണുന്നുണ്ടോ, അത് അറിയുന്നുണ്ടോ എന്നുള്ള മാത്രം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറാണല്ലോ. അപ്പം അത് എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു വെബ് സീരീസ് കൂടി ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ റോസ്ലി എന്ന് പറഞ്ഞ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ വരാനുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷത്തിലാണ് സുധി കോഴിക്കോട്. അദ്ദേഹം നേരത്തെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടിയ അവാർഡിൻ്റെ മധുരം നുകരുകയാണ് സുധി കോഴിക്കോട്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.